പ്രധാനപ്പെട്ട വാർത്ത കനത്ത മഴയെ തുടർന്ന് ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഒക്ടോബർ 4 മാറ്റി. ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടില്ലെന്ന് ഏജന്റുമാരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ലോട്ടറി വകുപ്പിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും കെട്ടിക്കിടക്കുന്ന ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോകാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും ചെറുകിട കച്ചവടക്കാർ പ്രതികരിച്ചു. മലയാളികളായ ഭാഗ്യാന്വേഷികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. 27-ാം തീയതി ഉച്ചയ്ക്ക് നറുക്കെടുപ്പ് നടത്തുമെന്നായിരുന്നു ആദ്യം ലോട്ടറി വകുപ്പ് അറിയിച്ചിരുന്നത്. എങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ടിക്കറ്റ് വിൽപ്പന പൂർണ്ണമായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്ന ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ലോട്ടറി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇതിനോടകം വിറ്റഴിഞ്ഞത്. ഇതിൽ പാലക്കാടാണ് ഏതാണ്ട് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്ന പാലക്കാടാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാമതുണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ 9,37,000-ത്തിലധികം ടിക്കറ്റുകൾ തൃശൂരും. നിലവിൽ തിരുവനന്തപുരത്ത് 8,75,900-ത്തിലധികം ടിക്കറ്റുകൾ തിരുവനന്തപുരത്തും വിറ്റഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലോട്ടറി വകുപ്പിന്റെ കണക്കുകൾ. കഴിഞ്ഞ വർഷം 71,40,000 എണ്ണം തിരുവോണ ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ, തുടർച്ചയായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴ, ഇതിനെ തുടർന്ന് വിൽപ്പന വലിയ തരത്തിൽ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥനയെ തുടർന്ന് തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഒക്ടോബർ ആദ്യവാരത്തിലേക്ക് 4-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇത്രയധികം ദിവസങ്ങൾ കൂടി കൂടുതൽ ലഭിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കടകളിലുള്ള ചെറുകിട സ്ഥാപനങ്ങളടക്കമുള്ള ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ഏജന്റുമാരും വിൽപ്പനക്കാരും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ലോട്ടറി വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലുള്ള ഒരു ലോട്ടറി സ്റ്റാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മഴ എങ്ങനെയാണ് ഈ കച്ചവടത്തെ ബാധിച്ചത്? ഒരു 3-4 ദിവസം കൊണ്ട് നല്ല മഴയാണ്. എല്ലാത്തിലും വെള്ളപ്പൊക്കം, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടിക്കറ്റ് സ്റ്റോക്ക് ഉണ്ട്. മുൻ വർഷങ്ങളെക്കാളൊക്കെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? കുറച്ച് ഈ മഴ 3-4 ദിവസത്തെ കച്ചവടമാണല്ലോ. അവസാനത്തെ 2-3 ദിവസമാണല്ലോ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നത്. അപ്പൊ ഈ മഴ കാരണം കച്ചവടം ഡള്ളായി. 3-4 ദിവസം ആളുകളൊന്നും പുറത്തിറങ്ങിയില്ല. അതുകൊണ്ട് ഒരുപാട് ടിക്കറ്റ് മിച്ചം ഇരിപ്പുണ്ട്. അപ്പൊ ഈ 4ലേക്ക് മാറ്റിയേക്കുന്നത് ഗുണകരമാവോ? എന്താണ്? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും കുറച്ച് ടിക്കറ്റ് മിച്ചം ഇരിക്കുന്നത് തീർന്നു പോകും. നാളത്തെ പത്രത്തിലും ഈ ചാനലിലൊക്കെ അറിയുമ്പോൾ ആൾക്കാർ ഒരാഴ്ചയോടെ എടുക്കാത്തവർക്ക് എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. ഒക്ടോബർ 4 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് ചെറുകിട കച്ചവടക്കാരടക്കം. കാരണം ഇനി ഒരാഴ്ച കൂടി സമയമുണ്ട്. ടിക്കറ്റ് ഇതുവരെ വാങ്ങാത്തവർക്ക് ഈ ലോട്ടറി ടിക്കറ്റിലൂടെ ഒന്നാം സമ്മാനമായി 25 കോടി രൂപ മാത്രമല്ല 1 കോടി രൂപ വീതം 20 പേർക്ക് കൂടി ലഭിക്കും. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കാത്തിരിക്കുന്ന ഒരു നറുക്കെടുപ്പാണ് തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ്. ആ ടിക്കറ്റ് ഇതുവരെ എടുക്കാത്തവർക്ക് വരുന്ന ഒരാഴ്ച കൂടി അധിക സമയം നൽകിക്കൊണ്ട് ഇതുവരെ വിറ്റഴിക്കാത്ത ടിക്കറ്റുകൾ, ചെറുകിട കച്ചവടക്കാരുടെ കയ്യിൽ ഏജന്റുമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ടിക്കറ്റുകൾ വരുന്ന ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായി വിറ്റഴിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നറുക്കെടുപ്പ് 27-ൽ നിന്ന് ഒക്ടോബർ 4-ലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.